ഹലോ ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 8 കാത്തിരിക്കുന്നവരാണ് നമ്മളല്ലേ. ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്നറിയാൻ വളരെ കൗതുകത്തിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള പല സീസണുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഒന്നുകൂടിയും ആ വീടൊന്നൊരു ഒരു ഒരു പൂരപ്പറമ്പാവാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സീസണായിട്ട് നമ്മൾ റോബിൻ്റെ സീസണിന് ശേഷം വല്ലാണ്ട് അങ്ങോട്ട് ബിഗ് ബോസ് ഹൗസ് അങ്ങോട്ട് കുലുങ്ങുന്നില്ല. ആ സീസണായിരുന്നു നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് പറയേണ്ടി വരും. അതിന് ശേഷമൊന്നും അങ്ങനെ കുലുങ്ങിയിട്ടില്ല. ഇനി കുലുങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ വന്നാൽ ഒന്ന് ആയിരിക്കും നല്ല കുലുങ്ങും. അത്തരത്തിലുള്ള ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ ഇപ്പോൾ ഈ സീസണിൽ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല, എങ്കിലും വന്നാൽ നന്നായിരിക്കും. അതിലുള്ള ആദ്യത്തെ ആളാണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് വന്നാൽ ബിഗ് ബോസ് പൊളിക്കുമെന്ന് ഉറപ്പുള്ളവർ കമൻ്റ് അയയ്ക്കുക. പിന്നെ അടുത്ത ആളാണ് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട. ഹെലൻ്റെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഹെലൻ കത്തിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പുതിയതായിട്ട് ലൈസൻസ് റദ്ദാക്കിയതിൻ്റെ പേരിലൊക്കെ ആൾ വന്നിട്ട് പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ആൾ ഹൗസിൽ വന്നാൽ എന്തായാലും ആ ഹൗസ് ഒന്ന് കുലുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അടുത്ത ഒരാളാണ് നമ്മുടെ AJP പെരേര. ആൾ വലിയ കോപ്രായം കാണിക്കലൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്താണ് ആളെ ശരിക്കുള്ള ക്യാരക്ടർ എന്ന് നമുക്കറിയില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ റീൽസൊക്കെ ഇട്ട് കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഒരാളെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ആ 100 ദിവസം അവിടെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് നമ്മുടെ പെരേര. ഒരു പക്ഷേ നമ്മൾ അയാളെ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നും വരാം. കാരണം ഒരു 100 ദിവസം ആ ഹൗസിൽ നിൽക്കുമ്പോൾ അയാളെ ശരിക്കുള്ള ക്യാരക്ടർ പുറത്തു വരുമല്ലോ, എന്താണെന്ന് നമുക്ക് അറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ് പെരേരയെ പറഞ്ഞത്. എന്തായാലും ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ ഒരു ഫണ്ണി എലമെൻറ്റിന് പറ്റിയ ബെസ്റ്റ് ആളാണ് നമ്മുടെ AJP. പിന്നെ AJPയെ പോലെ തന്നെ ഫണ്ണി എലമെൻറ്റ് പറ്റിയ മറ്റൊരാളാണ് നമ്മുടെ നാഗച്ചേച്ചി വന്നാൽ ഒന്ന് കുലുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് എന്നും ചിരിക്കാനുള്ള വക ചേച്ചി ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇനി പക്ഷേ അവിടെ വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് നമ്മുടെ നാഗച്ചേച്ചിക്കായിരിക്കുമോ. കാരണം നമ്മൾ വെറും ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ലേ ഇവരെ അറിയുന്നുള്ളൂ. ഇപ്പോൾ AJPനെ പറഞ്ഞ പോലെ തന്നെ എന്താണ് റിയൽ ക്യാരക്ടർ എന്ന് നമ്മൾ ബിഗ് ബോസിൽ വന്നാൽ നമുക്ക് മനസ്സിലാവും. ആൾ ഭയങ്കര എൻ്റർടൈനറാണ്. ആ എൻ്റർടൈനിങ് തന്നെ നമ്മൾക്ക് ഹൗസിലും പ്രതീക്ഷിക്കാം. ഇതുപോലെ തന്നെയുള്ള മറ്റൊരാളാണ് നമ്മുടെ ആറാട്ടണ്ണൻ. AJPയെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. മൂപ്പര് വന്നാലും ഭയങ്കര തമാശയായിരിക്കും. കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും ഷോ. പക്ഷെ എൻ്റർടൈനിങ് മാത്രം പോരാ, നല്ല ഗെയിം കളിക്കുന്ന ആൾക്കാരെയും നമുക്ക് വേണം. ഒക്കെ ശരിയാണ്. പക്ഷെ കൂടുതൽ ആൾക്കാരും ഈ ഷോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർടൈനർ തന്നെ വേണം. പിന്നെ ബിഗ് ബോസ് ഇളക്കാൻ പറ്റിയ മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ടെങ്കിൽ തകർക്കും. വാക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെ ആർക്കും. അതുകൊണ്ട് ചേച്ചി വരണമെന്നാണ് ആഗ്രഹം. നടക്കുമോയെന്നറിയില്ല. കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു കണ്ടസ്റ്റൻറ്റ് നമ്മുടെ ബിഗ് ബോസിന് ആവശ്യമാണെന്ന് തോന്നിയ ഒരാളായിരുന്നു നമ്മുടെ റിയാസിനെ പോലെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോ പൊളിക്കും. ഫസ്റ്റ് ഇയാൾ വന്നപ്പോൾ നമുക്കൊന്നും പിടുത്തമില്ലെങ്കിലും പോകെ പിന്നീട് അയാളായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ആളുടെ പ്രകടനം. പിന്നെ ബിഗ് ബോസിൽ തന്നെ ഈ സീസണുകളിലൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ഓളം കൊണ്ടുവന്ന ഒരാളായിരുന്നു നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ. മൂപ്പരുണ്ടാക്കിയ ഒരു ഓളമൊന്നും റിയാസ് ഉണ്ടാക്കിയിട്ടില്ല. അതായത് റിയാസും റോബിനും വന്നിട്ടുള്ള ഒരു സീസൺ മറക്കാൻ പറ്റാത്ത സീസണാണ്. വേറൊരു സീസണും ഇത്രയും ഭയങ്കര ഒരു ഓളം സൃഷ്ടിച്ച സീസൺ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതും ഉണ്ടെന്ന്. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏത് സീസണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ കമൻ്റ് അയയ്ക്കാം. ആ സീസണിൽ തന്നെയുള്ള മറ്റാളായിരുന്നു നമ്മുടെ ജാസ്മിൻ മൂസ. റിയാസും ജാസ്മിൻ മൂസയും അതൊരു വേറൊരു ലെവൽ തന്നെ ആയിരുന്നു എന്ന് പറയാം. അന്ന് നമുക്ക് ജാസ്മിൻ്റെ ക്യാരക്ടറൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ഷോ എന്ന രീതിയിൽ, ഒരു എൻ്റർടൈനർ എന്ന രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഒരുപാട് കണ്ടൻറ്റുകൾ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരാളായിരുന്നു ബ്ലെസ്ലിയും ഒരുപാട് കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. എന്തായാലും ഇവർ 4 പേരുമായിരുന്നു സീസൺ 4 അത്രയും കിടുവായിട്ടൊരു സീസൺ ഞാൻ വേറെ കണ്ടിട്ടില്ല. ചിലർക്കൊക്കെ സീസൺ 1 പറയുന്നുണ്ട്. സീസൺ 1 കൊള്ളാമായിരുന്നു. നമ്മുടെ സാബു മോൻ, രഞ്ജിനി, പേളി. എന്തായാലും ഇനി സീസൺ 8 ആരൊക്കെയായിരിക്കും വരാൻ പോകുന്നത്, എങ്ങനെയിരിക്കും, എൻ്റർടൈനിങ് ആയിരിക്കുമോ,
എന്തെല്ലാം ഗെയിമുകളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്, എന്തെല്ലാം കണ്ടൻറ്റുകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് സ്വാഗതം.